സ്വർണ്ണവില ഉയർന്നു. മാത്രമല്ല മന്ത്ലി ഗെയിൻ ആണെങ്കിൽ 6% ആണ്. തുടർച്ചയായിട്ട് 7ാമത്തെ മാസമാണ് സ്വർണ്ണവില കുതിച്ചുയർന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ തകർച്ചയൊക്കെ ഉണ്ടായിട്ടും 7ാമത്തെ തുടർച്ചയായിട്ടുള്ള മാസം ആകെ കണക്കെടുക്കുമ്പോൾ ഉയർന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഈൽഡ് താഴേക്ക് പോയിട്ടുണ്ട്. സിൽവറും പ്ലാറ്റിനവും പെല്ലേഡിയവും ഇവന്മാരൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ജോബ്ലെസ് ക്ലെയിംസ് ഉയർന്നതായി വന്നതെങ്കിലും അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ കുറച്ച് സ്റ്റഡി ആയിട്ട് തന്നെയാണ്, സ്റ്റഡി ആയിട്ടുള്ള കണക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ വർഷം ഒരു 0.25% 3 പ്രാവശ്യമെങ്കിലും അങ്ങനെ ബേസിസ് പോയിൻ്റ് റേറ്റ് കട്ടിങ്ങിന് സാധ്യത കണക്കാക്കപ്പെടുന്നുണ്ട്. ഗോൾഡ് 1,18,080 നിന്നും 1,18,480 മാറിയിട്ടുണ്ട്. 400 രൂപയാണ് കൂടിയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില $5,186 പരിധിയിലാണ്. ഇറാൻ US സ്റ്റോക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡീലൊന്നും ആവാതെ പിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും അറ്റാക്കിനുള്ള സാധ്യത ഒന്നും ഇപ്പോൾ വലിയ രീതിയിൽ പറഞ്ഞ് കേൾക്കുന്നില്ല. ത്രെട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നല്ലാതെ അടുത്ത ആഴ്ചയിലേക്ക് വിയന്നയിൽ വെച്ചിട്ട് വീണ്ടും നെഗോഷിയേഷൻ ടാക്സ് തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ തട്ടി നിൽക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ കൂടിയും മെയിനായിട്ട് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യമാണ്. ഗോൾഡ് ഇപ്പോൾ കുറച്ച് ഉയരത്തിലാണ്. താരിഫിൻ്റെ അൺസർട്ടനിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇപ്പോൾ ഇറാൻ US സ്റ്റോക്ക് വളരെ ഇപ്പോൾ അമേരിക്ക ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല. ഞാൻ അറിയിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒന്നും ഈ ടോക്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മറ്റേ ഒമാനും ഇറാനും ഒക്കെ നല്ല രീതിയിലാണ് പറയുന്നത്. ഗുഡ് പ്രോഗ്രസ് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ പോസിറ്റീവായി പറയുന്നത് കൊണ്ടും ഗോൾഡ് ചിലപ്പോൾ രാത്രിയാകുമ്പോഴേക്ക് അല്പം മെല്ലെ മെല്ലെ ഇടിഞ്ഞ് കുറച്ചൊന്നും ഇടിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല.